അതായത് ഫാമിലീസിന്റെ സപ്പോർട്ട് ഇതിൽ വേണം. കാരണം ഇവര് പറയുന്നത്, ഒരു വിക്ടിം ഫാമിലിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ ആദ്യം വിക്ടിം പോയി പറയുന്നത് ട്രസ്റ്റ് ചെയ്യുന്ന പേരൻസിനായിരിക്കും. അപ്പൊ ഇവർ അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. കാരണം നിനക്ക് എല്ലാം തന്നതല്ലേ അയാള്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്നെ അടിക്കുന്നതും അയാളാണ്, എന്നെ ശിക്ഷിക്കുന്നതും അയാളാണ്. അപ്പൊ ഇതാണ്, നിന്നെ ഞാൻ അടിച്ചാലും നിന്നെ ഞാൻ സ്നേഹിക്കുന്നില്ലേ. അപ്പൊ ഇതൊക്കെ ഈ ഫാമിലീസ് വന്നിട്ട് ഇയാളുടെ അബ്യൂസിനെ വളരെ ഡിമിനിഷ് ചെയ്തിട്ട് ഈ കുട്ടിയുടെ എന്താണ് കംപ്ലൈന്റ്സ് മാത്രം പ്രധാനമായിട്ട് എടുത്ത് ദേ നോക്ക്, നീ കംപ്ലൈന്റ് ചെയ്യുവാണ്, നീ ആളെ വിശ്വസിക്കുന്നില്ല, നീ അയാളെ നിന്റെ ഭർത്താവാണ്, അല്ലെങ്കിൽ ഇത് ഓക്കെ ആണ്, ഞങ്ങളൊക്കെ ഇതാണ് സഹിച്ചിട്ട് വന്നത്. ആദ്യം കേൾക്കുന്നില്ല. ഇവര് ട്രാജഡി ഒക്കെ കഴിഞ്ഞ് കുട്ടിയുടെ മരണത്തിന് ശേഷമാണ് ഇതിനെ റേസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ട്രോമ ബോണ്ടിങ്ങിനെ നോർമലൈസ് ചെയ്യുന്നത്? ജീവൻ നഷ്ടപ്പെട്ട ശേഷം ആർക്കാ വേണ്ടത്? ന്യായം, ജസ്റ്റിഫിക്കേഷൻ ഒക്കെ കിട്ടിയിട്ട് ഇനി ആ തുഷാർ ശർമ്മയുടെ ലൈഫ് തിരിച്ചു വരുമോ, അതുപോലെ ആ തുല്യയുടെ ലൈഫ് തിരിച്ചു വരുമോ? അങ്ങനെ ഒരു കുട്ടിയുടെ ജീവിതം ലൈഫ് തിരിച്ചു ലൈഫ് പോയത് വേറെ കേസ്. ആ ജീവനോടെ ഉള്ളവര് തന്നെ ലൈഫ് പോയ ആ ഒരു സ്റ്റക്കായ രീതിയിൽ സംതിങ് ലൈക്ക് ഡെഡ് ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പിന്നെ ഇവരെ ഹെൽത്ത് എഫക്ട്സ് എന്ന് പറയുന്നത് അത്രയും ഡേഞ്ചറസ് ആണ്. ഈ അബ്യൂസസ് കാരണം ഉണ്ടാകുന്ന വിക്ടിംസിന്റെ ഹെൽത്ത് എഫക്ട്സ് എന്ന് പറയുന്നത് അതും കൊണ്ടാണ് അവർ ബാക്കി ലൈഫ് അവർ ജീവിക്കുന്നത്. ഇതൊക്കെ പിന്നെ ഇത് ഒരു കാര്യം സീരിയസ്. ആഡ് ചെയ്യാനുണ്ട്. അതായത് ഈ നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യാം. അതായത് ഈ നമ്മളെ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആ പ്രൊവൈഡ് ചെയ്തിട്ടും നമ്മളെ കൺട്രോൾ ചെയ്യുന്ന കാര്യം കൂടിയുണ്ട്. അതായത് ഞാൻ നിനക്ക് ഇത്രയും തരുന്നില്ലേ, നീ എങ്ങനെ ചെലവ് ചെയ്യണം അത് ഞാനാ തീരുമാനം എടുക്കണ്ടേ, നീ ഇതിലാണ് ചെലവ് ചെയ്യണ്ടേ അത് ഞാനാ തീരുമാനം എടുക്കണ്ടേ. അതായത് നിനക്ക് ചെലവ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ നിനക്ക് നിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ അറിയില്ല. നമ്മുടെ ഡെസിഷൻ മേക്കിംഗ് പവർ അവിടെ കൺട്രോൾ ചെയ്യുമ്പോൾ ഈ വിക്ടിംസ് തിരിച്ചറിയണം, ഇയാളെ എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പകരം എന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള തിരിച്ചറിവ്. അതുപോലെ തന്നെ എന്റെ പാഷനിലും എന്റെ വർക്കിലും ഇയാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. അല്ലാണ്ട് ഇപ്പോ ഹസീന പറഞ്ഞതുപോലെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ അങ്ങനെ കാണിക്കും, പിന്നീട് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കും. അതാണ് കാണുമ്പോൾ അതാണ് പോയിന്റ്. അതായത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ കാണിക്കും, പക്ഷെ അതില് നമുക്ക് കൺട്രോൾ റെസ്ട്രിക്ഷൻസും അയാൾ തന്നെ ഉണ്ടാക്കും. അപ്പൊ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് എന്താ, നിന്നെ നിന്റെ ഭർത്താവ് സപ്പോർട്ട് ചെയ്യുന്നില്ലേ, നിനക്ക് വേണ്ടതൊക്കെ വേണ്ട സമയത്ത് തരുന്നില്ലേ, നിനക്ക് ഭക്ഷണമില്ലേ, നിനക്ക് ഡ്രസ് ഇല്ലേ. ഇത് ബേസിക് ആണ്. ഈ ബേസിക്കും റെസ്പെക്റ്റും പാഷന് അല്ലെങ്കിൽ നമ്മുടെ കരിയറിനെ ഹെൽപ്പ് ചെയ്യുന്നതും ഒരു അപ്ലിഫ്റ്റ് ചെയ്യുന്നതും ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടെങ്കിൽ ട്രോമ ബോണ്ടിങ്ങിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവാം. അതായത് ഞാൻ ട്രോമ ബോണ്ടിങ്ങിലാണെന്നുള്ള തിരിച്ചറിവ് ഇവിടെ ഇല്ല. ഇല്ല. അതായത് അതെന്തുകൊണ്ടാണ് തിരിച്ചറിവില്ലാത്തതെന്ന് വെച്ചാല് ഈ പ്രൊവൈഡർ ഏതു നേരവും പറയാണ് ഞാനാണ് നിനക്ക് ഇതെല്ലാം ചെയ്യുന്നത്, ഞാനാണ് നിനക്ക് ഈ കുട്ടി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും എല്ലാണ്ട്. ഇയാളില്ലെങ്കിൽ ഇതിനേക്കാൾ സമാധാനത്തിലും അന്തസ്സായിട്ടും ആ ഒരു കുടുംബം കൊണ്ടുപോകാൻ ഈ കുട്ടിക്ക് കഴിയും. പക്ഷേ പതുക്കെ പതുക്കെ ഈ അബ്യൂസർ എന്ത് ചെയ്യുന്നു, അതിനുള്ള കഴിവ് ഇല്ല. നീ ബിഗ് സീറോ ആണ്, നീ ബിഗ് സീറോ ആണ് എന്ന് എപ്പോഴും പറഞ്ഞ് ഈ കുട്ടിയുടെ ഇല്ലാതൊക്കെ ബ്രെയിന് ഫുള്ള് വിശ്വസിക്കുന്നത്. തകർത്തിരിക്കുകയാണ്. അപ്പൊ കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇയാളില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇയാള് വളരെ തുച്ഛമായ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നുണ്ടാവുക. ഈ കുട്ടിയുടെ എഫേർട്ടിലായിരിക്കും പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവുക. ഒരു ലൈഫ് കൊണ്ടുപോകാൻ തന്നെ ഫിനാൻഷ്യലി ഒരാൾ തന്നത് കൊണ്ട് മാത്രമല്ല, ഒരു ബില്ല് അടച്ചത് കൊണ്ട്, ഒരു ഷെൽട്ടർ തന്നത് കൊണ്ട്, റൂം റെന്റ് അടച്ചത് കൊണ്ട് നടക്കില്ല. അവിടെ നടക്കണമെങ്കിൽ അവിടെ എഫേർട്ട് ഇടണം. അല്ലാതെ ഒരു പണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഭാഗം കഴിഞ്ഞതേ ഉള്ളൂ. ഒരു ലൈഫ് കൊണ്ടുപോകണമെങ്കിൽ അത്യാവശ്യം എഫേർട്ട് ഇട്ടിട്ട് വേണം അത് കൊണ്ടുപോകാൻ. അപ്പൊ ഇതെല്ലാം ചെയ്യും വേണം. ഈ ഈ അബ്യൂസർ തരുന്ന ഓരോ ഹെൽപ്പുകളും അത് വളരെ എന്താ പറയാ ഒരു ദാനമായിട്ട് കണ്ടിട്ടാണ് ഈ വിക്ടിമി നിൽക്കുന്നത്. ഇതെല്ലാം ചെയ്തു തരുന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിനെല്ലാം നിന്ന് കൊടുക്കണം, ഞാൻ ഈ അബ്യൂസ് എല്ലാം സഹിക്കേണ്ടവളാണ്. കാരണം എനിക്ക് ഒന്നിനും കഴിവില്ലാത്തവളാണ്, എന്നെ നോക്കുന്നത് ഈ അബ്യൂസ് ഇയാളാണ്, എന്റെ പാർട്ട്ണറാണ്. അപ്പോ അറിയാതെ തന്നെ ഈ വിക്ടിം എന്ത് ചെയ്യുന്നു, എല്ലാ അബ്യൂസും സഹിക്കുന്നു. പിന്നെ വിക്ടിം ചിന്തിക്കുന്നത് എന്താ, ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഇയാള് അബ്യൂസ് സഹിക്കാൻ വയ്യാതെ ഞാൻ വീട്ടിലേക്ക് പോയാല് അവിടെ എന്നെ ഏറ്റെടുക്കാൻ ആരുമില്ല. കാരണം പറയുന്നത് എന്താ, നിനക്ക് ഞാനേ ഉള്ളൂ, നീ പോയി കഴിഞ്ഞാൽ നിനക്ക് ആരുള്ളത്. അപ്പൊ ബ്രെയിന് തന്നെ ഹെൽപ്പ്
സീക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഐ ആം ഹെൽപ്ലെസ് എന്നാണ് ആ വിക്ടിമിനോട് ബ്രെയിൻ പറയുന്നുണ്ടായിരിക്കുക. അപ്പൊ അത് കേട്ടിട്ടാണ് ഇതിൽ സ്റ്റക്കായി നിൽക്കുന്നത്. എത്രയും എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, നമ്മൾ പലതും കേട്ടിട്ടില്ലേ, പലരും സൂയിസൈഡ് ചെയ്തവരൊക്കെ അതിൽ HR മാരുണ്ട്, കുറേ ഡോക്ടേഴ്സ്, എല്ലാവരും ഉണ്ട്. അപ്പൊ അവരെ അല്ല പോലും സ്വന്തം എഡ്യൂക്കേഷനും സ്വന്തം സോളും എന്താണെന്ന് അറിയാതെ ഈ ഒരു അബ്യൂസറിന്റെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സ്നേഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുള്ള് ജീവൻ ബലി കഴിക്കുക എന്നുള്ളതാണ് ഈ ഒരു MPD റിലേഷൻഷിപ്പിലെ വിക്ടിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആണ് നമ്മൾ അതെ അവയർനെസ് കൊടുക്കേണ്ടത്. അതായത് അതെ ഇപ്പോ കരിയർ ഫോം ചെയ്യാൻ അറിയാം, ഒരു സ്ത്രീക്ക് അവളുടെ കരിയർ ഫോം ചെയ്യാൻ അറിയുവാണെങ്കിൽ അവൾക്ക് ഫിനാൻഷ്യലിയും ഡിസിപ്ലിൻ ആയിട്ട് ജീവിക്കാനും അറിയാം. അത് പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു തരണ്ട. നിനക്ക് ഇപ്പോ എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാർ നല്ല സാലറിയിലും ഉണ്ടാവാം, പക്ഷെ അവരുടെ സാലറി ഒക്കെ ഭർത്താവങ്ങൾ മേടിക്കും, കംപ്ലീറ്റ്ലി മേടിച്ച് പറയും നിനക്ക് ഇത് ചെലവാക്കാൻ അറിയില്ലാണ്. ഒരു കരിയർ ഫോം ചെയ്യാൻ ഒന്നിനും അറിയുന്ന കഴിവില്ല, സ്ത്രീക്ക് ഒന്നിനും കഴിവില്ല. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അവർക്ക് ഉണ്ട്, പക്ഷെ ഈ കണ്ടീഷനിങ് ഇവർ കൊണ്ടുവരികയാണ്, സെൽഫ് ഡൗട്ട് തരുവാണ്. നിനക്കൊന്നും അറിയില്ല, നീ പറഞ്ഞതുപോലെ തന്നെ നീ ബിഗ് സീറോ ആണ്, നിനക്ക് ഞാൻ ഇല്ലെങ്കിൽ നീ വഴി തെറ്റിപ്പോവും, ഉം. നിന്നെ ആരെങ്കിലും ചതിക്കും. നാട്ടുകാർ മുഴുവനും ചതിയന്മാരാണ്. യെസ്, അതെ ചുറ്റുമുള്ളവര് നമ്മളെ ഫ്രണ്ട്സുകളെല്ലാം അട്ടർ വേസ്റ്റ്. കാരണം മൊത്തം അവരെ നമ്മൾ കൂടെ കൈവിട്ടമാണെന്നുള്ള രീതിയിൽ വരുന്നത് കേട്ടോ. അവരാണ് നമ്മളെ ലൈഫ് നശിപ്പിക്കുന്നത്. അവരോരോ കുത്തിത്തിരിപ്പ് പറഞ്ഞിട്ടാണ് നിന്റെ ജീവിതം ഇങ്ങനെ നമ്മൾ തമ്മിലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നിന്റെ ഫാമിലി നിന്നോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നിട്ടാണ് നമ്മുടെ ലൈഫ് നശിക്കുന്നത്. പിന്നെ ഇതിലെല്ലാം ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാല് ഈ MPDകൾ ഒരിക്കലും ഇപ്പൊ ടോക്സിക് റിലേഷൻഷിപ്പ് ഉള്ളവർ അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. അവരൊരു വീട് ഉണ്ടാക്കുകയോ അവരൊരുപാട് പണിയെടുക്കും, പക്ഷെ അവരുടെ ഫിനാൻഷ്യലി ആയിട്ട് അവർ സേഫ്റ്റി ചെയ്യാനോ എന്തെങ്കിലും അത് അവർക്ക് അറിയില്ല. ഈ നിൽക്കുന്ന വിക്ടിമിന് ഞാനതൊക്കെ അതിനെല്ലാം കുറിച്ചിട്ട് നല്ല ബോധം ഉണ്ടായിരിക്കും, പക്ഷെ അതൊന്നും കേൾക്കാനോ എടുക്കാനോ ഒന്നും ഇവര് തയ്യാറല്ല. ഇനി ഈ വിക്ടിം എങ്ങാനും ജോലിക്ക് പോയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ, അവള് കണ്ടില്ല, അവളെ ഫ്യൂച്ചർ സെറ്റ് ആക്കി. സർവൈവലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഫ്യൂച്ചർ സെറ്റ് ആക്കി. കാരണം നാളെ ഈ MPD എന്ത് ചെയ്യുന്ന വിക്ടിമിന് ഒരു ഐഡിയ ഉണ്ടായിരിക്കും മുന്നേ. കാരണം വിക്ടിമ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ വിക്ടിമാണെന്ന്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയും രക്ഷപ്പെടാനായിരിക്കും വിക്ടിം ശ്രമിക്കുന്നുണ്ടാവുക. പക്ഷെ അതും പറഞ്ഞ് ഇവർക്ക് ഒരു കഴിവുമില്ല, പക്ഷെ ഇവര് നമ്മളെ പറഞ്ഞു പറഞ്ഞ് നമ്മളാണ് ബിഗ് സീറോയും അവരാണ് വലിയ സംഭവം എന്നും ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വൈകിയാണ് ഒരു വിക്ടിമ മനസ്സിലാക്കുന്നത്.